ഹായ് എവ്രി വൺ. ബെയർ സ്ട്രെയിൻ തിയറിയെ പറ്റിയാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ബേസിക്കലി ബെയർ സ്ട്രെയിൻ തിയറി സംസാരിക്കുന്നത് സൈക്ലോ ആൽക്കെയിൻസിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റിയാണ്. സൈക്ലോ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ നോക്കൂ, സ്റ്റെബിലിറ്റിയെ പറ്റിയാണ്. സൈക്ലോ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ സൈക്ലോ പ്രൊപ്പൈൻ ഉണ്ട്, ബ്യൂട്ടൈൻ ഉണ്ട്, പെൻറ്റൈൻ ആൻഡ് ഹെക്സൈൻ. ഇവരുടെ സ്റ്റെബിലിറ്റിയെ പറ്റിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ഇവർ പറയുന്നത്? സിംപ്ലി പറയുകയാണെങ്കിൽ ഇവരുടെ ഡിസൈഡ് ആംഗിളും അതേപോലെ ഇവരുടെ ആക്ച്വൽ ആംഗിളും ഇവർ തമ്മിലുള്ള ഡിഫറൻസും നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് നമുക്കറിയാം ഈ കാർബൺസ് ഒക്കെ എന്താണ്, sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡിസൈഡ് ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? യെസ്, ദാറ്റ് വിൽ ബി 109 ഡിഗ്രി. 109 ഡിഗ്രി. ഓക്കെ, ഓൾ വിൽ ബി 109 ഡിഗ്രി. കാരണം എന്താണ്, എല്ലാ കാർബൺസും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. പക്ഷേ ഇവരുടെ ആക്ച്വൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? യെസ്, 60 ഡിഗ്രി ആയിരിക്കും. ഇതെന്താണ്? 60 ഡിഗ്രി. ഇതെത്രയാണ്? യെസ്, 90 ഡിഗ്രി. സൈക്ലോ പെൻറ്റൈൻ ആകുമ്പോൾ 108 ഡിഗ്രി ആയിരിക്കും. ആൻഡ് സൈക്ലോ എക്സൈൻ എന്തായിരിക്കും? 120 ഡിഗ്രി. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 49 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 119 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇതെത്രയായിരിക്കും? 1 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഇവിടെ 11 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരുടെ സ്റ്റെബിലിറ്റി ഓർഡർ എങ്ങനെ വരും? ഇവരുടെ സ്റ്റെബിലിറ്റി ഓർഡർ എഴുതുകയാണെങ്കിൽ നമുക്ക് സിംപ്ലി ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? ഏറ്റവും കുറവ് ഡിഫറൻസ് ആർക്കാണുള്ളത്? യെസ്, പെൻറ്റൈൻ ആണല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റി ഓർഡർ ഇങ്ങനെ വരും: 5, 6, ദെൻ 4, ദെൻ 3 എന്ന് വരും. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഓർഡർ എന്താണ്? ഇങ്ങനെയാണ് അല്ലേ? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഓർഡർ ഇങ്ങനെയാണ്. അതായത് ഇവിടെ എന്താണ്, വളരെ ഡിഫറൻസ് കുറവാണ്. അതുകൊണ്ട് ഇവരെന്തായിരിക്കും? കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. ദെൻ കംസ് 6, ദെൻ 4, ദെൻ 3. ആൻഡ് ഇവിടെ നോക്കിയേ, ഇവിടെ സൈക്ലോ പ്രൊപ്പൈൻ്റെ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. സൈക്ലോ പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ ഇവരുടെ ബോണ്ട് ആംഗിൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 60 ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ബെയർ പറഞ്ഞിരിക്കുന്നത് 60 ഡിഗ്രിയാണ്. ഇവരുടെ ഡിസൈഡ് ആംഗിൾ എത്രയാണ്? ഡിസൈഡ് ആംഗിൾ എന്ന് പറയുന്നത് 109 ഡിഗ്രിയാണ്. അതായത് 109 ഡിഗ്രി ഉള്ള ഈ ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യാണ്? കുറച്ച് 60 ഡിഗ്രിയായി ചുരുങ്ങുകയാണ്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ ഹൈ ആംഗിൾ സ്ട്രെയിൻ ഉണ്ടാകും. ഹൈ ആംഗിൾ സ്ട്രെയിൻ ഉണ്ടാകും. ആൻഡ് ഇവിടെ എന്തും കൂടെ ഉണ്ടാകും? ടോർഷണൽ സ്ട്രെയിൻ കൂടെ ഉണ്ടാകും. അപ്പോൾ ഓഫ് കോഴ്സ് ഇവരെന്തായിരിക്കും? ലീസ്റ്റ് സ്റ്റേബിളാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ റിയൽ ഓർഡർ എന്താണെന്നറിയോ? ദിസ് കംസ് ലൈക്ക് 6 ഗ്രേറ്റർ ദാൻ 5, ദെൻ 4, ദെൻ 3 എന്നുള്ളതാണ് റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള ഓർഡർ. ഓക്കെ, ഇതിൻ്റെ റീസൺ എന്തായിരിക്കും? കാരണം ഇവിടെ ഡീവിയേഷൻ എന്ന് പറയുന്നത് 11 ഡിഗ്രിയോളം ഉണ്ട്. ഇവിടെ എത്രയേ ഉള്ളൂ? 1 ഡിഗ്രിയേ ഉള്ളൂ. എന്നിട്ടും ആരാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ? സൈക്ലോ ഹെക്സൈൻ ആണ്. എന്തുകൊണ്ടായിരിക്കും? ഇവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആക്ച്വൽ ആംഗിൾ എന്ന് ബെയർ പറയുമ്പോഴും ഇതെന്തായിട്ടാണ് എടുക്കുന്നത്? പ്ലെയിനിലാണ് എടുക്കുന്നത്. പക്ഷേ സൈക്ലോ എക്സൈൻ്റെ കൺഫർമേഷനൊക്കെ നമ്മൾ കണ്ടു. സൈക്ലോ എക്സൈൻ എന്താണ്? ആക്ച്വലി ചെയർ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബെയർ പറഞ്ഞിരിക്കുന്ന ഇൻ പ്ലെയിനിൽ പറഞ്ഞിരിക്കുന്ന 120 ഡിഗ്രി അല്ല ആക്ച്വൽ ആയിട്ടുള്ള ആംഗിൾ. കാര്യം മനസ്സിലാക്കണേ. അതായത് ബെയർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആക്ച്വൽ ആംഗിൾ ഇതെന്തിലാണ്? പ്ലെയിനിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് പറയുന്നു? 120 ഡിഗ്രി. ഓക്കെ, ബട്ട് സൈക്ലോ എക്സൈൻ എന്തല്ല, ഇങ്ങനെയല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവർക്ക് എന്താണ്? ചെയർ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ സ്റ്റെബിലിറ്റി ഓർഡർ പറയുമ്പോൾ എന്താണ്? 6 ഗ്രേറ്റർ ദാൻ 5, 4, 3 എന്ന് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്. പക്ഷേ ഈ ഒരു കാര്യം കറക്റ്റാണ്. ബെയർ പറഞ്ഞിരിക്കുന്നത് ആക്ച്വൽ ആംഗിൾ എടുക്കുന്നത് കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും കാര്യം കറക്റ്റാണ്. സ്റ്റേറ്റ്സ് ദാറ്റ് സ്റ്റെബിലിറ്റി ഓഫ് എ റിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് ദ ബോണ്ട് ആംഗിൾ ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ടെട്രാഹെഡ്രൽ ആംഗിൾ ഓഫ് 109 ഡിഗ്രി 0.5. ഓക്കെ, ഇനി ഇവിടെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കൂ, അക്കോർഡിംഗ് ടു ബെയർ സ്ട്രെയിൻ തിയറി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സൈക്ലോ ആൽക്കെയിൻ ഇസ് മോസ്റ്റ് അക്യുറേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, സൈക്ലോ പ്രൊപ്പൈൻ ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ സൈക്ലോ ആൽക്കെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റല്ലേ? നമ്മളിപ്പോൾ കണ്ടു, ഇറ്റ് ഈസ് ദി മോസ്റ്റ് അൺസ്റ്റേബിൾ ബിക്കോസ് ഓഫ് ഹൈ ആംഗിൾ ആൻഡ് ടോർഷണൽ സ്ട്രെയിൻ. നൗ ഇത് വിട്ടേക്കൂ. ഇനി സൈക്ലോ ഹെക്സൈൻ ഈസ് അൺസ്റ്റേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല. സൈക്ലോ ഹെക്സൈൻ എന്താണ്? വളരെ സ്റ്റേബിൾ ആണ്. ഇറ്റ് ഹാസ് ബോത്ത് ആംഗിൾ സ്ട്രെയിൻ ആൻഡ് ടോർഷണൽ ചെയിൻ ഇൻ ഇറ്റ്സ് ചെയർ കൺഫർമേഷൻ. തെറ്റാണ്. സൈക്ലോ ഹെക്സൈൻ്റെ
ചെയർ കൺഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്റ്റേബിളാണ്. സൈക്ലോഹെക്സൈൻ്റെ ചെയർ കൺഫർമേഷനിൽ നെഗ്ലിജിബിൾ എന്താണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. ആംഗിൾ സ്ട്രെയിൻ എന്താണ്? ഇല്ല. ആംഗിൾ സ്ട്രെയിൻ ഇല്ല. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? റോങ് ആണ്. ഓക്കെ, ഇനി അടുത്തത്, ബേസ് സ്ട്രെയിൻ തിയറി സജസ്റ്റ് ദാറ്റ് സൈക്ലോ ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ 6 കാർബൺ എക്സിബിറ്റ് ലെസ് സ്ട്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല. നമ്മുടെ സൈക്ലോ ആൽക്കെയിൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും സ്റ്റേബിൾ ആരാണ്? സൈക്ലോ ഹെക്സൈൻ ആണ്. അതിന് മുകളിൽ 7 കാർബണോ അല്ലെങ്കിൽ 8 കാർബണോ ഒക്കെ വരുമ്പോൾ ഇവിടെ എന്താണ്? യെസ്, ഇവിടെ കൂടുതൽ ആംഗിൾ സ്ട്രെയിൻ ഉണ്ടാവുകയാണ് ചെയ്യുക. ഹൈ ആംഗിൾ സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? തെറ്റാണ്. അപ്പോൾ നമ്മളെല്ലാം നോക്കിക്കഴിഞ്ഞു. 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5, 6 അതിന് മുകളിലേക്കാണെങ്കിലും എന്തായിരിക്കും? ആംഗിൾ സ്ട്രെയിൻ കൂടുകയാണ് ചെയ്യുക. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സൈക്ലോബ്യൂട്ടൈൻ വൈൽ ഹാവിങ് സം ആംഗിൾ സ്ട്രെയിൻ. നമ്മൾ പറഞ്ഞു സൈക്ലോബ്യൂട്ടൈൻ എന്തുണ്ട്? യെസ്, ആംഗിൾ സ്ട്രെയിൻ ഉണ്ട്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? can adopt a non-planar conformation that alleviates some torsional strain. അതായത് നമ്മുടെ സൈക്ലോബ്യൂട്ടൈൻ എന്ത് ചെയ്യും? ഒരു പ്ലാനാർ കൺഫർമേഷൻ ആകുമ്പോഴാണല്ലോ ഇങ്ങനെ 90 ഡിഗ്രി വരുമ്പോഴാണല്ലോ ഇവിടെ എന്ത് വരുന്നത്? നമുക്കൊരു ടോർഷണൽ സ്ട്രെയിനും ആംഗിൾ സ്ട്രെയിനൊക്കെ വരുന്നത്. പക്ഷേ ഇവരെന്ത് ചെയ്യും? ഇവരൊരു നോൺ പ്ലാനാർ കൺഫർമേഷൻ അഡോപ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു ബേയർ സ്ട്രെയിൻ തിയറിയുടെ ഒരു പോരായ്മ എന്തായിരുന്നു? പ്ലാനാർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ സൈക്ലോബ്യൂട്ടൻ എന്ത് ചെയ്യും? ഒരു നോൺ പ്ലാനാർ പക്കേർഡ് റിംഗ് സ്ട്രക്ചറിൽ എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾ സ്ട്രെയിനും ടോർഷണൽ സ്ട്രെയിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ആക്ച്വലി കറക്റ്റാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.